നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും തീർച്ചയായിട്ടും ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു മുദ്രാവാക്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന് നമുക്കറിയാം. കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അത് തുടക്കത്തിൽ ആ മുദ്രാവാക്യത്തിൻ്റെ ആദ്യത്തെ 1-2 വരി കേൾക്കുമ്പം ചിലർ വിചാരിക്കും, ഓ അവരെയാണ്, ഞങ്ങളെ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോഴാണ് ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓർമ്മിപ്പിച്ചിട്ടാണ് കുന്തിരിക്കത്തിൻ്റെ കാര്യം കൂടെ പറയുന്നത്. ആദ്യം അവലും മലരും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാരെന്നാണ്. അതിനു മുമ്പ് ഒരു വരി കൂടെ അവർ ചേർത്തിട്ടുണ്ട്. അത് ഓർമ്മിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒന്നുകൂടി ഉണ്ട്, അത് കുന്തിരിക്കം കൂടി വാങ്ങി വെച്ചോളൂ, വരുന്നുണ്ടടാ നിൻ്റെയൊക്കെ കാലന്മാർ. മര്യാദയ്ക്ക് ജീവിച്ചാൽ, ആര് ജീവിച്ചാൽ, എന്തിനാണ് അവലും മലരുമൊക്കെ കൂടുതൽ ഉപയോഗിക്കേണ്ടത്? ശവസംസ്കാര ചടങ്ങിന് ഹിന്ദുക്കളാണ് കൂടുതലായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുന്തിരിക്കോ, അത് ക്രിസ്ത്യാനികളാണ്. അവരെയാണ് ഒന്നുകൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അതായത് നിങ്ങളെയൊക്കെ കൊന്നു തള്ളും എന്ന് തന്നെയാണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത്. അത് വിളിപ്പിക്കുന്നതോ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ്. പഠിക്കുന്ന ആ പുസ്തകത്തിലെ കാണാപ്പാഠം പോലും അവൻ ഇങ്ങനെ പറയാൻ അറിയത്തില്ല. പക്ഷേ എത്രയോ ദിവസങ്ങളെടുത്ത് അവനെ ആ മുദ്രാവാക്യം വിളിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്, തോളിലേറ്റി. ഇത്തരം കാഴ്ചകൾ നമ്മൾ പലസ്തീനിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അവർ അനുവർത്തിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടെയും അവർ പ്രാവർത്തികമാക്കാൻ നോക്കിയത്. അതിനെതിരെ കേസുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അറിവിൽ ഈ കൊച്ചു പയ്യനെ, അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജുവനൈൽ ഹോം, അതായത് ദുർഗുണ പരിഹാര പാഠശാലയിലാണ് അവരെ പാർപ്പിക്കേണ്ടത്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഈ സർക്കാരോ നിയമപാലകരോ ഈ പയ്യനെതിരെ എടുത്തതായിട്ട് നമുക്ക് ഇതുവരെ അറിവില്ല. ഇതാണ് നമ്മുടെ കേരള സ്റ്റോറി എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഈ മുന്നണികളെ, ഇടതു മുന്നണിയും വലതു മുന്നണിയും നമ്മൾ എടുക്കുക. ഇടതുപക്ഷത്തിൻ്റെ കൂടെ ചിലയിടങ്ങളിൽ SDP-യും ചിലയിടങ്ങളിൽ അത് UDF-ൻ്റെ കൂടെയാണ് എന്നവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണത്തിന് നേമത്ത് ശിവൻകുട്ടിക്കായിരിക്കും SDP വോട്ട് ചെയ്യുന്നത്. എന്നാൽ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് UDF-ൻ്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിനായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF-ന് വോട്ട് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞാണ് പിന്തുണ അവരുടെ കൂടെയാണ്. UDF-ൻ്റെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ തരാതരം പോലെ SDP എന്ന മുന്നണി ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒപ്പം നിൽക്കുന്നു. എന്നാൽ PDP എന്ന മദനിയുടെ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം പേര് പലതാണെങ്കിലും ആശയം ഒന്നാണ്. അതിനാൽ അന്ന് ഈ മുദ്രാവാക്യം വിളിച്ചത് PFI ടീമാണ്, SDP ടീമാണ് എങ്കിലും അതേ ആശയക്കാർ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും, അതേ ആശയക്കാർ തന്നെയാണ് PDP-യും. അപ്പോൾ അവരൊക്കെ ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്നൊരു കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഈ കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അടുത്ത 5 വർഷത്തേക്കുള്ള വോട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ വിലയേറിയ വോട്ടാണ്. ആ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ മുദ്രാവാക്യം നിങ്ങളൊന്ന് ഓർക്കണം, ഒന്ന് ഏറ്റു ചൊല്ലുമെങ്കിലും ചെയ്യണം. ആരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ആ ബോധ്യത്തോട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ.